മോനെ ആർഷോ പാലുടിയടാ. നിന്റെ പോലീസ് മാവനാടാ പറയണേ പാല് കുടിക്കാൻ. ആർഷോ ഇറോ, ആർഷോ ഇറോ, ആർഷോ ഇറോ, ഇറോ, ഞാൻ എഴുതിയടാ. എടാ ആർപ്പോ ഇറന്നോളേ മാമ. അത് പണ്ട് മാമ, ഇപ്പൊ അങ്ങനല്ല. അത് പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം വന്നത് മാമ? ഇപ്പൊ ആർഷോ ഇറോ എന്ന് വിളിക്കാവൂ. അതെന്താ അങ്ങനെ ഒരു മാറ്റം? നമ്മളെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇല്ലേ? ആർഷോ ആർഷോ ഗവർണർ വന്നപ്പോ ചേർത്ത് തന്തി കൊടുത്തോളല്ലോ ഇങ്ങനെ നിന്നത്. ആ അപ്പൊ എന്താ ചെയ്ത് പോലീസ്? അപ്പൊ പോലീസ് രണ്ട് കയ്യും കാലും ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സ്നേഹത്തോടെ കൊണ്ടുപോയിട്ട് ചക്കരെ മുത്ത് ഇങ്ക് വേണം നിനക്ക്, ആർഷോ കരയല്ലേ വാ വാ നീ ചെല്ലത്തോടല്ലേ വിളിച്ചോട്ട് പോയത്. ഓ അത് ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണോടാ. എന്തിനോമ? അങ്ങനെ വിളിക്കണതിന് മുമ്പ് കയ്യിലൊരു പാൽക്കുപ്പിയോടെ കാണോടാ. എന്തിനു വേണോ നോട്ടി? എടാ ഇറക്ക, മാറിയില്ലേ രാവിലെ സർവീസ് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. എടേ എന്തിനാ ഇങ്ങോട്ട് ഇരിയടാ. പറയ്. എടാ ഇന്നലെ ഗവർണർ അവിടെ കാലുകുത്താൻ അനുവദിക്കൂല എന്നല്ലേ പറഞ്ഞതാ? നമ്മൾ പറഞ്ഞ പോലെ ചെയ്യും മാമ. നോട്ടി എന്താ ചെയ്ത് നിങ്ങള്? മാമ 4:30 മണിയായപ്പോ നമ്മൾ പ്രതിഷേധിച്ചില്ലേ അവിടെ? ഓ 6:30 വരാനുള്ള ഗവർണറെ 4:30 പ്രതിഷേധിച്ചിട്ട് പയ്യ. അത് നമ്മളെ കുറ്റമല്ല. വേണമെങ്കിൽ ഗവർണർ 4:30 മണിക്ക് വരണമായിരുന്നു. ഈ 6:30 വന്നിട്ട് വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വേണമെങ്കിൽ 1 മണിക്കൂർ നേരത്തെ വേണമെങ്കിൽ കരാവ് ചെയ്യാല്ലേ? നമ്മൾ കരാവ് ചെയ്യും. എടാ മാനം ഉണ്ടാടാ നിനക്കൊക്കെ, മാനം ഉണ്ടാ? എന്തിനു കുഴപ്പം നമുക്ക് മാനത്തിന്? അവിടെ ഗവർണർക്കെതിരെ കെട്ടിവെച്ചിരുന്ന ബാനർ എല്ലാം പോലീസ് അയച്ചു മാറ്റിയല്ലേ? തന്നല്ലേ? ആ അതിനുശേഷം നമ്മൾ കെട്ടിയത് നിങ്ങൾ കണ്ടില്ലല്ലേ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണണം മാമ, കാണണം. എന്തിനാണ് ബാനറിൽ എഴുതി വെച്ചിരുന്നത്? ഗോ ബാക്ക് ഗവർണർ, ദിസ് ഈസ് കേരള. എന്താ മാമ? ഗോ ബാക്ക് ഗവർണർ, ദിസ് ഈസ് കേരള എന്ന്. അതിന്റെ അർത്ഥം എന്താടാ? ഇവിടെ എഴുതിയവൻ അറിഞ്ഞൂടാ, പിന്നെയാണ് എനിക്ക് പോയിന്ന് അങ്ങോട്ട്. ഓ നിനക്കൊന്നും അറിഞ്ഞൂടാ? അതവിടെ നമുക്കെന്തെങ്കിലും അറിയായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തില് ഗവർണർക്ക് SFI പിള്ളേരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണടാ. ദിസ് ഈസ് കേരള എന്നല്ലേ എഴുതിയത്? ഓ അങ്ങാരിത് കേരള ആണെന്നല്ല വിചാരിച്ചത്. പിന്നെ കോവുന്നന്റെ സിംഗപ്പൂർ എന്നാണ് ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത്. ചുമ്മാ പിന്നല്ലാതെ. വല്ലാത്ത ചങ്കൂറ്റം തന്നെ അല്ലടാ? തന്നാമോ നമ്മളെ മുഖ്യന്റെ ചങ്കൂറ്റ തന്നെയാണ്. ആരെ നമ്മളെ പിണറായി സഖാവിന്റെ ചങ്കൂറ്റ തന്നെ. നോട്ടി എന്ത്? ഞാൻ പറഞ്ഞത് ഗവർണറുടെ ചങ്കൂറ്റം. എന്തിനാ ഗവർണർക്ക് ചങ്കൂറ്റം? SFI പിള്ളേരെ നെഞ്ചി കൂടെ ചവിട്ടിയല്ലടാ അങ്ങാര് മുട്ടായി തെരുവില് പോയത്. എന്റെ പൊന്നുമാമ പാത്തും പതുങ്ങി ഒളിക്കും രഹസ്യമായിട്ട് തലേ കൂടെ മുണ്ടിട്ട് ഈ മുട്ടായി തെരുവിൽ പോയതാണ്. അറിയാമോ? അത് ജയിച്ചു പോടാ പൊട്ടാ. എന്ത് മുണ്ടിട്ട് പോകാനായിട്ട്? അത് പിണറായി വിജയനല്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എനിക്ക് മാമ പറയാം മാമ, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആരെന്നറിയാമോ? അങ്ങാര് കേരള ഗവർണർ ആണെന്നറിയാം മാമ. അതല്ല പിന്നെന്തേ? ഗവർണർക്ക് ഹൈ ഷുഗർ ആണ്. അയ്യോ. ഓ വീട്ടിൽ നിന്ന് മധുര പലഹാരമൊന്നും കൊടുക്കൂലേ? എന്റെ നെത്തിപ്പോ തേയില വെള്ളത്തിൽ പോലും പഞ്ചാരിട്ട് കൊടുക്കൂലാമോ? അയ്യോ. ഈ മുട്ടായി തെരുവ് എന്ന് പറഞ്ഞ ലോകം അറിയണ സ്ഥലമല്ലേ? പിന്നെ അവിടെ അലുവ, മുട്ടായി, ലഡു, ജിലേബി എല്ലാം ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ആരും കാണാതെ പതുക്കെ അവിടെ ഒന്ന് വാങ്ങിച്ച് തിന്നാൻ വേണ്ടി വന്നതാണ്. പത്രക്കാരെല്ലാം കൂടെ വന്ന് പരസ്യമാക്കിയാമോ? ആരാണ് ഗവർണറെ മുട്ടായി തെരുവി പറഞ്ഞു വിട്ടാന്ന് അറിയാം? ആര് മാമനാ? ഞാൻ എന്താണ് പറയുന്നത്? പിന്നെ ആര്? എന്റെ മുഖ്യായി പിണറായി സഖാവാ. പിണറായി വിജയൻ. എന്തിന്? എടാ അങ്ങാരൊക്കെ വീട്ടില് പഞ്ചാരയിട്ടൊന്നും കൊടുക്കൂലല്ലേ? മുക്കിന് ഷുഗർ ഉണ്ടാവാ? ഹൈ ഷുഗർ അല്ലേടാ, ഹൈ ഷുഗർ. ഓ പാവം മാമ, ഞാൻ അറിഞ്ഞില്ലത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവർണർ കോഴിക്കോട് എത്തുമെന്ന് അറിഞ്ഞത്. അപ്പോഴത്തേക്ക് പിണറായി പറഞ്ഞ് അണ്ണാ എന്തരായിരുന്നാലും നിങ്ങൾ പോണ്. അയ്യോ ആരിപ്പണ്ണ രഹസ്യമായിട്ട് എനിക്കൂടെ എത്തുപോലെ അലുവ വാങ്ങിച്ചു വച്ചേക്കാൻ പറഞ്ഞു. ആര്? പിണറായി സഖാവ്. അങ്ങനെയല്ലടാ ഗവർണർ മുട്ടായി തെരുവിൽ വന്നത് തന്നെ.